ചേച്ചിയുടെ ഇഷ്ടം നോക്കിയിട്ടല്ല അവർ ഈ കല്യാണം തീരുമാനിച്ചത്. ഇതറിഞ്ഞ നിമിഷം മുതൽ ഏട്ടനോട് എങ്ങനെ പറയണമെന്ന് പോലും അറിയാതെ കനൽ പോലെ മനസ്സിൽ കൊണ്ട് നടക്കായിരുന്നു ഞാൻ. അപകടം തന്നെ തരണം ചെയ്തിട്ടുണ്ട്. ആന്റിവനവും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഒബ്സർവേഷനില്ല. ഡോക്ടർ, എനിക്ക് അവനെ ഒന്ന് കാണണം. കാണുന്നത് കുഴപ്പമില്ല, പക്ഷെ അധികം സംസാരിപ്പിക്കണ്ട. ഇപ്പൊ അയാൾക്ക് വേണ്ടത് റെസ്റ്റ് ആണ്. എനിക്ക് എന്റെ മോനെ ഒന്ന് കണ്ടാ മതി. അമൃത, പേടിക്കാനൊന്നുമില്ല. അപകടനില തരണം ചെയ്തെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ. ടെൻഷനൊന്നും വേണ്ട കേട്ടോ. ഒന്നും പേടിക്കണ്ട. എല്ലാം അല്ല, അമൃതയ്ക്ക് ആദ്യം ഓർത്തുള്ള ടെൻഷനാ. പേഷ്യന്റിനെ തോളത്തെടുത്തിട്ട് കൊണ്ടുവന്നത് നിങ്ങളാണല്ലേ? ആ അതെ. എന്താ ഡോക്ടർ? നന്നായി. മിനിറ്റുകൾ വൈകിയിരുന്നെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോയേനെ. അല്ല, ആരാ ആ മുറിവിന് മുകളിൽ തുണി കെട്ടിയത്? ഞാനാ. വിഷം തീണ്ടിയാൽ അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാ ഞങ്ങൾക്ക് അയാളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത്. നൗ ഹി ഈസ് ഓക്കെ. നത്തിങ് ടു വറി. നിങ്ങൾ ചെയ്ത ഈ ഉപകാരത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അയ്യോ, വലിയൊരു ആപത്തിൽ നിന്ന് എന്നെയും എന്റെ കുടുംബത്തെയും നിങ്ങൾ രണ്ടാളും രക്ഷിച്ചത്. മോളെ, സുമിത്ര നിന്നെ തല്ലിയതിന് മുത്തശ്ശൻ നിന്നോട് മാപ്പ് ചോദിക്കുക. അയ്യോ അയ്യോ, എന്താ മുത്തശ്ശ ഇത്? ദേഷ്യം വരുമ്പോ എന്റെ അമ്മേനെ വഴക്ക് പറയാറില്ലേ, തല്ലാറില്ലേ? ഞാൻ അങ്ങനെ ഇതിനെയും കണ്ടിട്ടുള്ളൂ. എന്നാ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ മുത്തശ്ശ. അങ്ങനെ ആയിക്കോട്ടെ. ഇത് ആദിയുടെ ഫോണാ. ഓ, എന്താവശ്യം ഉണ്ടെങ്കിലും ഏത് നേരത്താണെങ്കിലും വിളിച്ചാൽ മതി. ആയിക്കോട്ടെ ആയിക്കോട്ടെ. വാ ഏട്ടാ. മാളു, നിനക്ക് വേദന എടുത്തോ മാളു? ഇല്ല ഏട്ടാ. മാളു, അമൃതയെ കണ്ട് ഒന്ന് യാത്ര പറയണ്ടേ? വേണ്ട, ഏട്ടൻ ഇങ്ങോട്ട് വന്നേ. വാ വന്നേ. നീ എന്താ വേണ്ടെന്ന് പറഞ്ഞ? അമൃതയെ കണ്ടൊന്ന് പറഞ്ഞിട്ടിറങ്ങായിരുന്നു. ആ വാ. ഓട്ടോ ശരിയാക്കിയോ? ഓ, പെട്രോൾ ട്യൂബിൽ കരട് കയറിയതാ. അതൊക്കെ ശരിയാക്കി പോകാം. ആ പിന്നെ ചന്ദ്രേട്ടാ, ഒരു മിനിറ്റ്. മാളൂട്ടി, ഒരു കാര്യം, നിന്നെ ഒന്ന് കാണിച്ച അഭിപ്രായം ചോദിച്ചില്ലെങ്കിലേ എനിക്കൊരു സമാധാനമില്ല. എല്ലാവർക്കും ഉള്ള എൻഗേജ്മെന്റ് ഡ്രസ്സുകൾ എടുക്കുന്ന കൂട്ടത്തിലെ അമൃതയ്ക്കും കൂടി ഒരെണ്ണം വാങ്ങി. ഇങ്ങനെ നോക്കി നിൽക്കാതെ ഇത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. എടി, അമൃത പട്ടണത്തിൽ വളർന്ന കുട്ടിയല്ലേ. അപ്പൊ നമ്മൾ വാങ്ങുന്നതിലും കുറച്ച് പരിഷ്കാരമൊക്കെ വേണ്ടേ മാളൂട്ടി? അതുകൊണ്ട് കാശൊന്നും നോക്കിയില്ല. പിന്നെ നിന്റെ ഏട്ടത്തിക്ക് വേണ്ടി ഞാൻ വേറൊരു കൂട്ടം വാങ്ങിയിട്ടുണ്ട്. ഇത് പിടിക്ക്. ഇതെന്താണെന്ന് നിനക്ക് ഊഹിക്കാൻ പോലും പറ്റത്തില്ല. ഇതേ അങ്ങനെ ഒരു ഐറ്റമാ. ഒരു ചാൻസ് തരാം. ഇതിനുള്ളിൽ എന്താണെന്ന് മാളൂട്ടിക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ഒന്ന് ശ്രമിച്ചു നോക്ക്. എനിക്കറിയില്ല ശ്രീയേട്ടാ. ഞാൻ പറഞ്ഞില്ലേ, നിനക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. ഇതവിടെ കണ്ടപ്പോ അവൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് എൻ്റെ മനസ്സിലിരുന്ന് ആരോ പറയുന്നത് പോലെ എനിക്ക് തോന്നി. സംഗീത പാരമ്പര്യമുള്ള കുടുംബമല്ലേ. അതുമല്ല, അമൃത നന്നായി പാടുന്ന ആളുമാണല്ലോ. ഇതിഷ്ടാവും. എന്താടി?
ഇത് നന്നായിട്ടില്ല? അമൃതയ്ക്ക് ഇത് ഇഷ്ടപ്പെടത്തില്ലേ? ഇല്ല ശ്രീയേട്ടാ, അമൃതേച്ചിക്ക് ഇത് ഇഷ്ടാവില്ല. ആണോ? അമൃതയ്ക്ക് ഇത് ഇഷ്ടപ്പെടില്ലെന്ന് നിനക്ക് ഉറപ്പാണോ? ഹേ, എന്നാ പിന്നെ ഇത് മാറിയിട്ട് കുറച്ചുകൂടെ നല്ലത് വാങ്ങാം. ശ്രീയേട്ടൻ ഇനി എത്ര കടകൾ കയറി ഇറങ്ങി എത്ര വലിയ ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്താലും അമൃതേച്ചിക്ക് അതൊന്നും ഇഷ്ടപ്പെടത്തില്ല. ഒരാള് തരുന്ന സമ്മാനം നമുക്ക് ഇഷ്ടാവണമെങ്കിൽ തരുന്നവര് കൂടി നമുക്ക് പ്രിയപ്പെട്ടവരായിരിക്കണ്ട ഏട്ടാ. മാളൂട്ടി, നീ എന്തൊക്കെയായി പറയുന്നത്? ഇഷ്ടമില്ലാത്തവര് തരുന്ന സമ്മാനം അതിനെ എത്ര ഭംഗിയുള്ളതായാലും അത് നമുക്ക് ഇഷ്ടാവില്ലല്ലോ ഏട്ടാ. അതിന് അമൃതയ്ക്ക് എന്നോട് അമൃതേച്ചിക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമല്ല. ഈ കല്യാണം നടക്കില്ല. സത്യ ഞാൻ പറഞ്ഞ അമൃതേച്ചിയുടെ ഇഷ്ടം നോക്കിയിട്ടല്ല അവർ ഈ കല്യാണം തീരുമാനിച്ചത്. ഇതറിഞ്ഞ നിമിഷം മുതൽ ഏട്ടനോട് എങ്ങനെ പറയണമെന്ന് പോലും അറിയാതെ കനൽ പോലെ മനസ്സിൽ കൊണ്ട് നടക്കായിരുന്നു ഞാൻ. അതി ചേച്ചി, ഞാൻ ഓക്കെയാ. എനിക്ക് ഒരു പ്രശ്നമില്ല. അതി, നീ സത്യം പറ, നീ ശരിക്കും ഓക്കെയാണോ? എന്റെ പൊന്ന് ചേച്ചി, ഒരു കണക്കിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നന്നായില്ലേ? ചെറുതായിട്ടൊന്ന് ചാവാൻ തുടങ്ങിയെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടന്നല്ലോ. നിശ്ചയം മുടങ്ങിയല്ലോ. ആൽത്തറ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് എന്തോ വലിയ ആപത്ത് വരാനിരുന്നത് ഇങ്ങനെ അങ്ങ് ഒഴിഞ്ഞു. അങ്ങനെ കരുതി ആശ്വസിക്കാം കേട്ടോ.